കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം ആൾട്രോസ് ആണ്. ടാറ്റയുടെ ആൾട്രോസ് എക്സെപ്റ്റ് പ്ലസ് ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വാഹനം. ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനം ജസ്റ്റ് 820 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ. 820 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കണം പെട്രോൾ ഓപ്ഷൻ വന്നിരിക്കുന്ന വാഹനം. അപ്പോൾ ഷോറൂം കണ്ടീഷനിലിരിക്കണം. ഒരു പ്രശ്നങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടാനില്ല. അപ്പോൾ ഈ വാഹനം ഫുള്ള് വീഡിയോയിലേക്ക് പോയേക്കാം. ഇതിന് ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. വീഡിയോ ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു ആൾട്രോസിൻ്റെ ഓട്ടോമാറ്റിക് വാഹനം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ 2022 മോഡലാണ് ഈ വാഹനം കിടക്കുന്നത്. അതേപോലെ 2022 മോഡൽ 3-ാം മാസം പുറത്തേക്ക് വന്നിരിക്കുന്ന വാഹനമാണ്. 1.2 റിവോട്രോൺ DCT എഞ്ചിനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. അപ്പോൾ DCT എന്ന് പറയുമ്പോൾ അത് DCA ആ ഒരു ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഒരു രീതിയിലുള്ളൊരു പവർ ഡ്രോപ്പോ സംഭവങ്ങളോ ഒന്നുമില്ല. നല്ല പെർഫോമൻസ് വരുന്ന വാഹനം കൂടിയാണ് DCT എഞ്ചിൻ വന്നേക്കണം. അപ്പോൾ ഇത് പെട്രോളാണ്, ഡീസലോ കാര്യങ്ങളൊന്നുമല്ല. സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വാഹനമാണ്. KL 17 ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നേക്കണം. അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിസ്സാര കിലോമീറ്റർ, വെറും 800 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. 800 കിലോമീറ്റേഴ്സ് മാത്രം കേട്ടോ. ഇനി ഇത് ബാക്കി ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സൊക്കെ വന്നിരിക്കുന്ന വാഹനമാണ്. 1200 ഇതിന് CC വന്നിരിക്കണം. ID വാല്യൂ 9.11 ലക്ഷം രൂപ നിലവിൽ ID വാല്യൂ നിൽക്കുന്നുണ്ട്. വീലാർസിലേക്ക് പോകാം. വീലാർസ് നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസാണത്. അതേപോലെ തന്നെ എയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്കിവിടെ കാണാം. അലോയ്സ് നോക്കാം. അലോയ്സ് ആയാലും ഭംഗിയിൽ നീറ്റായിട്ട് ഇരിക്കുന്നു. ബോണറ്റ് നോക്കാം. പക്ക ക്വാളിറ്റി തന്നെ ഇങ്ങനെ ബോണറ്റ് നമുക്ക് കാണാം കേട്ടോ. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ലാമ്പ് നോക്കാം. ലാമ്പൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ ഫോഗ് ലാമ്പ്സ് നീറ്റായിട്ട് ഇരിക്കുന്നു. ഫ്രണ്ട് പോർഷൻ നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണാം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കേട്ടോ. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമില്ല. നല്ല ഗ്രിപ്പ് നമുക്ക് ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. പിന്നെ ആൾട്രോസിൻ്റെ പ്രത്യേകത അറിയാം. ഈ സൈഡിൽ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇങ്ങോട്ട് പോയി കാട്ടും വരെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് വിൻഷീൽഡ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പുത്തനാണ്. ഒന്നും എവിടെ നോക്കിയാലും നമുക്ക് ക്വാളിറ്റി കിട്ടുന്നത്. ഇവിടെ ആയാലും ആൾട്രോസിൻ്റെ ബാഡ്ജിങ് കാണാം. DCAയുടെ ആ ഒരു ബാഡ്ജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും നീറ്റായിട്ടുണ്ടെങ്കിൽ ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ 2 ഡോറ് നോക്കാം. 2 ഡോറായാലും ക്വാളിറ്റിയാണ്. ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ടയറൊന്നും ഞാൻ കാണിക്കണില്ല. കാരണം ടയറിൻ്റെയൊക്കെ കണ്ടീഷൻ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. 800 കിലോമീറ്റർ ഓടുമ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് പവർ വിൻഡോസ് നോക്കാം. 4 പവർ വിൻഡോസിൻ്റെ ബട്ടൺ, ORVM കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് ആയാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണാം. ഓക്കെ, സീറ്റ്സ് ഉണ്ടോ? സീറ്റ്സൊക്കെ പക്ക ഷോറൂം കണ്ടീഷൻ തരുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഡാഷ്ബോർഡും കാര്യങ്ങളും നോക്കാം. എയർ ബാഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ആൾട്രോസിൻ്റെ ബാഡ്ജും കിട്ടുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഹൈലൈറ്റ് ഇതിൻ്റെ കിലോമീറ്റേഴ്സാണ്. ഇതാണ് ഇതിൻ്റെ കീ വന്നേക്കണം. ഒന്ന് പവർ ഓൺ ചെയ്യാം. പുഷ് സ്റ്റാർട്ട് ബട്ടൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നോക്കുമ്പോൾ നമുക്കിവിടെ കിലോമീറ്റേഴ്സ് വരട്ടെ. അല്ല, ജസ്റ്റ് 840 കിലോമീറ്റർ മാത്രമേ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. വെറും 840 കിലോമീറ്റർ കേട്ടോ. ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ പവർ ഗിയർ നോബും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഹാമസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് ആയാലും ബ്രീത്തബിൾ സീറ്റ്സാണ് കൊടുത്താണ്. റിയർ ഭാഗം നോക്കാം. ഇവർക്ക് സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി കഴിഞ്ഞ സീറ്റ്സ് നമുക്കിവിടെ കാണാം. റൂഫ് നോക്കാം. റൂഫ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. നമുക്ക് പയ്യെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ്സൊക്കെ പക്ക ക്വാളിറ്റി തന്നെ സീറ്റ്സാണ് നമ്മൾ കാണുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ AC-യുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ പവർ ചാർജർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ഡൗൺ ചെയ്യാം. ഇവിടെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊന്നുമില്ല. നല്ല ലെഗ് സ്പേസും വരുന്നുണ്ട്. ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ജസ്റ്റ് ലിഡൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആൾട്രോസിൻ്റെ ഒരു എൻജിൻ ഭാഗം. ഇവിടെ എൻജിൻ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഒരു 800 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ.
കാര്യമായിട്ടൊരു പ്രശ്നം ഈ വാഹനത്തിനില്ല. കണ്ടോ, ഷോറൂം കണ്ടീഷനിൽ കിടക്കുന്ന വാഹനം തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കാം, ബാറ്ററി കണ്ടോ, എഡ്ജസ്റ്റൊക്കെ നോക്കാം. അപ്പോൾ പലർക്കും സംശയം തോന്നിയേക്കാം എന്തുകൊണ്ടായിരിക്കും ഈ വാഹനം സെയിൽ ചെയ്യണമെന്ന്. സെയിൽ ചെയ്യാൻ കാരണം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഓണൊന്നും ചിലപ്പോൾ വേറെ വാഹനം മാറ്റി പിടിക്കുന്ന തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോയിട്ടുണ്ടാവും. ഇതായിരിക്കും സംഭവങ്ങൾ. ഓക്കെ, ഇതൊക്കെ നോക്കാം, അതിൽ ഫ്രണ്ട് പോർഷൻ നോക്കാം. കേട്ടോ, അപ്പോൾ ഇതിലേക്കായിരുന്നു ആൾട്രോസിൻ്റെ ഫ്രണ്ട് ഭാഗം. നമുക്ക് പയ്യെ ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. ഇവിടെ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ലാവിഷ് സ്പേസ് എന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാത്ത സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കേട്ടോ, ഇതിന് കവേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടേ, ഒരു പൊടിക്കൊരു അഴുക്കില്ല. നമുക്ക് പ്ലാറ്റ്ഫോം നോക്കാം. പുത്തൻ മയങ്ങാത്ത ടയേഴ്സ് നമുക്ക് കൂടെ കാണാം. ഇവിടെ ക്യാബിൻ നോക്കാം. നമുക്കിതിൻ്റെ എഡ്ജസ്റ്റിലേക്ക് നോക്കാം. എഡ്ജസ് ആയതുകൊണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിങ്ങനെ എഡ്ജസ് നമുക്ക് കൂടെ കാണാം. ഓക്കെ, ലോവർ പോർഷനിലേക്ക് നോക്കാം. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ ഒരു ആൾട്രോസിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ആൾട്രോസ് കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വാഹനമാണ്. വെറും 800 ചില്ലാൻ കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വാഹനം. പെട്രോളാണ്. DCT ഗിയർ ബോക്സാണ് വന്നിരിക്കുന്നത്. അത് കൂടാതെ തന്നെ DCT ടാറ്റ DCA എന്ന് പറഞ്ഞത്, പക്ഷേ DCT ടെക്നോളജി വന്നിരിക്കുന്ന വാഹനമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ലോ കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് ഷോറൂം കണ്ടീഷനിലിരിക്കുന്ന വാഹനമാണ്. ഒരു രീതിയിലൊരു പഴമയോ കാര്യങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ സംഭവിച്ചില്ല. നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കണേക്കാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങൾക്ക് ഡെയിലി എത്തുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 9,40,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. ഓസ്കാസിലാണ് ഈ വാഹനം കിടക്കുന്നത്. ഷോറൂം നമ്പർ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്യാം. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ വിളിച്ച് ചോദിച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനകത്തുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. തരാം.